തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ആരോഗ്യ മേഖലയിലെ തുടർച്ചയായ വീഴ്ചകൾ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തവും വലിയ ആഘാതമാണ് ആരോഗ്യവകുപ്പിനും സർക്കാരിനും ഏൽപ്പിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പരസ്യ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. ഒരുപാട് മനുഷ്യർക്ക് താങ്ങാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ. വളരെ ദൗർഭാഗ്യകരം ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും അല്ല ഞാൻ പറഞ്ഞത്, ചില മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. സർക്കാർ ആശുപത്രികൾക്കെതിരെയുള്ള ഈ തരത്തിലുള്ള ആക്രമണം ഇത് ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ ഒരു പത്രം, ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പത്രം തന്നെ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഗതികേടിലാണ് സർക്കാർ ആശുപത്രികൾ, നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിരിക്കുകയാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക മറന്നുവെച്ചത്, ആശുപത്രിയിലെ തീപിടുത്തം, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നവജാത ശിശുവിന്റെ ചികിത്സാ പിഴവ്, തിരുവനന്തപുരം കണ്ണാശുപത്രിയിലെ കണ്ണുമാറിയുള്ള കുത്തിവയ്പ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലെന്ന യൂറോളജി വിഭാഗം മേധാവിയുടെ തുറന്നുപറച്ചിൽ, ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന കൂട്ടിരിപ്പുകാരിയുടെ മരണം. ആരോഗ്യമേഖലയിലെ അനാസ്ഥ വിരലിലെണ്ണാവുന്നതിലും അപ്പുറമായിട്ടും ലഘൂകരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചെയ്തത്. അപകട സമയത്ത് കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം. ഈ ഒരു സ്ത്രീയെ കാണാതായി എന്ന് പറഞ്ഞൊരു അവരുടെ ഭർത്താവ് ഇത്തരത്തിലൊരു സംശയം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാം വിവരം അറിഞ്ഞു. അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് ഇവിടെ ഒരു മുറിവുണ്ട്, സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു ഇന്റേണൽ ഇഞ്ചുറി ഇല്ല, അത് തുന്നലിട്ടാലും മതിയാകും. മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോൾ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ, അങ്ങനെ ഒരു വിവരമില്ല. എന്നാൽ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുണ്ടായിരുന്നു. വീണ ജോർജിന്റെയും VN വാസവന്റെയും ആദ്യ പ്രതികരണങ്ങൾ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇതുയർത്തിയാണ് പ്രതിപക്ഷ പ്രതിഷേധവും. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ആരും ഫോക്കസ് മാറ്റണ്ട. കേരളത്തിന്റെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പാവപ്പെട്ടവൻ, ഒരു നിവൃത്തിയില്ലാത്തവനാണ് സർക്കാർ ആശുപത്രി പോണത്. സ്വകാര്യ ആശുപത്രി പോകാൻ പറ്റില്ല. ഒരു സർജറിയൊക്കെ നടത്തണമെങ്കിൽ 5-10 ലക്ഷം രൂപ വേണം. വീട് പണയപ്പെടുത്തിയാൽ കിട്ടൂല പൈസ പാവങ്ങൾക്ക്. അവരാണ് ഈ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും തന്നെ. അവന്റെ ഗതികേടാണ്. ആരോപണങ്ങളിൽ UDFനെ കുറ്റം പറഞ്ഞൊഴിഞ്ഞുമാറാനാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രമമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണമായിട്ടുള്ള ഒരു കെട്ടിടത്തിലല്ല, ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അതായത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ ദുരന്തമുണ്ടായത്. മന്ത്രിമാരൊക്കെ ആദ്യം പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല, അത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ല, ആരും അതിനകത്തില്ല. ആ പറയുന്ന സമയത്ത് എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ആ പാവപ്പെട്ട ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖല നാഥനില്ലാ കളരിയാക്കി മാറ്റിയിരിക്കുകയാണ്. തുടർച്ചയായ വീഴ്ചകൾ ഒറ്റപ്പെട്ടതെന്ന വാദമുയർത്തി ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും UDF പറയുന്നു. അതിനാൽ വകുപ്പിനും സർക്കാരിനുമെതിരെ സമരം ശക്തമാക്കും. മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും വഴിതടയലും നടത്തും. ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കും. ജില്ലകളിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത് സമരങ്ങൾ ആലോചിക്കും. തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ആരോഗ്യമേഖലയിലെ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.